ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ അന്വേഷണം സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക്. മാധ്യമങ്ങൾ ക്രൂശിക്കുകയാണെന്നും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രതികരിച്ചു. കാര്യങ്ങൾ തീരുമാനിക്കുന്നത് കോടതിയാണെന്നും വിജിലൻസ് പറഞ്ഞാൽ ഹാജരാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു കാര്യം ചെയ്യണം, ഈ കാര്യങ്ങൾ എന്ത്, എങ്ങനെ, എപ്പോ, എവിടെ വെച്ചായി എന്നുള്ളതാക്കി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഈ കേസിന്റെ കാര്യം ഹൈക്കോടതിയിൽ ഇരിക്കുന്നതാണ്. ഹൈക്കോടതി ഇതിന് ഡോക്യുമെന്റുകൾ ആവശ്യപ്പെടുന്ന അനുസരിച്ച് നമ്മൾ സബ്മിറ്റ് ചെയ്യും. എൻ്റെ ഭാഗം ശരിയോ തെറ്റൊന്ന് കോടതി തീരുമാനിക്കും. ഇപ്പോൾ എന്താണെന്ന് മീഡിയയിലേക്ക് വരണ്ട, മീഡിയയിലേക്ക് ഇനി ഒരു മറുപടി കൊടുക്കണ്ടെന്നുള്ളത് കൊണ്ടും എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അന്വേഷണം നടക്കുകയല്ലേ, ദേവസ്വം വിജിലൻസ് അതിന്റെ അന്വേഷണമൊക്കെ നടത്തി അതിന്റെ കുറ്റക്കാരും തെളിവും ശരിയും തെറ്റും ഒക്കെ മനസ്സിലാക്കുന്ന സമയം നിങ്ങൾക്ക് വ്യക്തമായിട്ട് ലൈവായിട്ട് ഒരു മറുപടി ഞാൻ തരാം. അതേസമയം സ്വർണം പൂശാൻ കിട്ടിയത് ചെമ്പ് പാളിയാണെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂട്ടാളി അനന്തസുബ്രഹ്മണ്യം വെളിപ്പെടുത്തി. അയ്യപ്പനെ സേവിക്കാൻ കിട്ടിയ അവസരമായാണ് അതിനെ കണ്ടത്. വിജിലൻസ് ഉദ്യോഗസ്ഥർ തന്നെ വിളിച്ചിരുന്നുവെന്നും അനന്തസുബ്രഹ്മണ്യം പറഞ്ഞു. RB സനൂപ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സനൂപ്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ ബംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി നൽകുന്നുണ്ടോ? എന്താണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്? ബംഗളൂരിൽ നിന്ന് ഇന്ന് ഉച്ചയ്ക്ക് 1:15 അദ്ദേഹം തിരുവനന്തപുരം പുളിമാത്തുള്ള അദ്ദേഹത്തിന്റെ വീട്ടിൽ എത്തിയത്. ഈ ദൃശ്യങ്ങൾ കാണുന്ന അദ്ദേഹത്തിന്റെ വീടാണ്. താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളൊരു മറുപടിയാണ് മാധ്യമങ്ങളോട് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത്. തന്നെ ക്രൂശിക്കരുത്, താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, മാധ്യമങ്ങൾ തന്നെ വിചാരണ ചെയ്യുകയാണ്, തുലാസിൽ വെച്ച് തൂക്കാനുള്ള ശ്രമം മാധ്യമങ്ങൾ നടത്തുന്നുണ്ട്, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ താൻ അത് ഹൈക്കോടതിയിൽ സൂചിപ്പിച്ചോളാം. ഹൈക്കോടതിയിൽ നേരത്തെ തന്നെ ഒരു സത്യവാങ്മൂലം താൻ സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ വ്യക്തമായിട്ട് നടന്ന കാര്യങ്ങളെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ മുമ്പാകെ പറയണമെങ്കിൽ അതിനും താൻ തയ്യാറാണ്. വേണ്ട രേഖകളടക്കം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സമർപ്പിക്കാനും താൻ തയ്യാറാണ്. അദ്ദേഹത്തോട് ഈ പറയുന്ന പോലെ ദേവസ്വം വിജിലൻസിന് നോട്ടീസ് കിട്ടിയോ എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമായിട്ട് അറിയിച്ചില്ല. പക്ഷേ വിളിപ്പിച്ചാൽ തീർച്ചയായിട്ടും പോകുമെന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ പറഞ്ഞ ശനിയാഴ്ചയായിരിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം വിജിലൻസ് വീണ്ടും ചോദ്യം ചെയ്യുക. ഒരു വട്ടം അദ്ദേഹത്തെ ചോദ്യം ചെയ്തിരുന്നു. ഇനിയിപ്പോൾ ഒരു വട്ടം കൂടി അദ്ദേഹത്തെ ചോദ്യം ചെയ്യും.